എന്റെ അണ്ണാനെ കണ്ടായിരുന്നോ? ഞാൻ എന്താ ചോദിക്കണേ? എന്റെ ചേട്ടനെ കണ്ടായിരുന്നോ? എന്റെ കെട്ടിയോൻ ഇല്ല. കണ്ടില്ലല്ലേ? കാണത്തില്ല. ഞാനേ നോക്കിയിട്ട് ഇവിടെ കാണാൻ പറ്റുന്നില്ല. പിന്നെയാണ് ഇനി നിങ്ങൾ നോക്കിയിട്ട്. യോ, ഇതുപോലെ ഒരു മടിയൻ ഭർത്താവ് എനിക്ക് മാത്രമേ കെട്ടിക്കാണുള്ളൂ. കാരണം എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? ഞങ്ങളെ താലികെട്ട സമയത്ത് എന്റെ കഴുത്തിൽ താലി കെട്ടാൻ കുനിയാൻ മടിച്ചിട്ട് അടുത്ത് നിന്ന പോറ്റീനടുത്ത് പറയോ, അടിപിടിച്ച ഭർത്താവ് എനിക്ക് മാത്രമല്ലേ കാണുള്ളൂ അല്ലേ? രാവിലെ ഇറങ്ങും ജോലിയൊന്നും പറഞ്ഞോണ്ട് ഇവിടെ ഈ ജമന്തി തോട്ടത്തിൽ വന്നിട്ട് എന്തോ കാണിക്കണമെന്ന് നോക്കാൻ വേണ്ടിട്ട് ഞാൻ വന്നപ്പോ ഇവിടെ ഇരുന്നോണ്ട് ജയന്തിക്ക് വളയിട്ട് കൊടുത്തോണ്ടിരിക്കും. അറിയാമോ? എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. അറിയാമോ ചേച്ചി? യോ, എന്തോ ഒരു ഭംഗിയ എല്ലാരെയും കാണാൻ. എന്റെ വിധി. നിങ്ങൾക്ക് ബ്യൂട്ടീഷ്യൻ പഠിച്ച ആൾക്കാരല്ലേ? യോ, എനിക്ക് വയ്യ. ഞാൻ ബ്യൂട്ടീഷ്യൻ ഒക്കെ പഠിച്ചിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഏത് നിലയിലെത്തിയാനായിരുന്നു. ഇപ്പൊ ഞാൻ ജമന്തി തോട്ടത്തിൽ കിടന്നിട്ട് ജമന്തി പറിക്കണോ, അതേ വളയിടണോ, അതേ ജമന്തി പറിക്കണോ, ഇങ്ങനത്തെ അവസ്ഥയായി. ഈ മനുഷ്യന് കാണാനുമില്ലല്ലോ. എന്തൊക്കെ പറഞ്ഞാല് എന്റെ ചേട്ടൻ പാവട്ടോ, സത്യം. രാത്രിയാവുമ്പോ എന്റെ അടുത്ത് വന്നിരിക്കും, എന്നിട്ട് എന്നെ പാട്ട് പാടി അങ്ങ് ഉറക്കും. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും പാട്ട് പാടി ഉറക്കണത് എന്റെ അടുത്ത് സ്നേഹം കൊണ്ടാണെന്ന്. അല്ല, ഞാൻ ഉറങ്ങണ നേരത്ത് കണ്ടവളുമാർക്ക് മെസ്സേജ് അയക്കാനാണ് എന്നെ ഉറക്കണത്. അതറിയോ നിങ്ങൾക്ക്? സഹിക്കൂല ഞാൻ, വിട്ടുകൊടുക്കൂല ഞാൻ ഈ മനുഷ്യനെ. ഞാൻ അണ്ണാ അണ്ണാ അവള് പോയിട്ട് വിളിക്കാം. അവള് പോയിട്ട് വിളിക്കാം. ജോലി ഡിസ്റ്റർബ് ചെയ്യില്ല, എനിക്ക് ഇഷ്ടമില്ല. ഒന്ന് നിർത്താവോ? അതൊന്നും ഇങ്ങ തന്നെ കിളക്കണ്ടില്ലേ? കണ്ടോ, ഈ തുമ്പില്ലാത്ത വടി കൊണ്ടാണ് ഇങ്ങനെ ഇവിടെ കിളക്കണത്. അത് സംഭവത്തിനെന്നറിയാ, ഈ കിളക്കണേന്റെ ആത്മാർത്ഥത കൂടിപ്പോയത് കൊണ്ട് ഇതിന്റെ ഫ്രണ്ടിലുള്ള തുമ്പിലുള്ള സാധനം ഉണ്ടല്ലോ, അത് ഊരി തെറിച്ചത് ഞാൻ അറിഞ്ഞില്ല. എന്റെ പൊന്നു ദൈവമേ, പറഞ്ഞു നിക്ക ഇങ്ങനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. നീ എന്തിനാണെന്ന് വിളിച്ചേ? ഇത്രയും നേരം വിളിച്ചിട്ട് നിങ്ങൾ കേട്ടോ? ഞാൻ മനപൂർവ്വം വരാത്ത കൊണ്ട് പോയത് മലപ്പുറത്ത്. പറഞ്ഞില്ലേ ജയന്തിക്ക് വളമിട്ട് കൊടുത്തത്? നിന്റെ വായെന്നടയടി, നീ എന്തോന്ന് പറഞ്ഞോണ്ട് വരണത്? നിങ്ങളിപ്പോ മലപ്പുറത്ത് ഏവളയും കൊണ്ട് പോണത് എനിക്കറിയണം. ഞാൻ മലപ്പുറത്ത് പോയെന്നല്ല പറഞ്ഞത്, മനപൂർവ്വം വരാത്തെന്നാണ് ഞാൻ പറഞ്ഞത്. അതെ, രാവിലെ മുതൽ ആ ലോൺ ആരെങ്കിലും കിടന്ന് വിളിച്ചോണ്ടിരിക്കുവാണെന്ന്. എടുക്കാനല്ല, എടുത്തത് തിരിച്ചടയ്ക്കാൻ. എങ്ങോട്ട് പോയി അടയ്ക്കുക? ഇനി ഇതാണ് ഇഷ്ടമില്ലാത്ത കാര്യം. എന്നറിയാ, ലോൺ തരും, നമ്മൾ തിരിച്ചടക്കണം. എന്ത് എവിടുത്തെ നിയമമാണ്? അത് എവിടുത്തെ നിയമമാണ് ലോൺ തിരിച്ചടക്കണമെന്ന് പറഞ്ഞാൽ? ഞാൻ ഒരു കാര്യം പറയാം, കല്യാണത്തിന് മുമ്പ് ലോൺ എന്നുള്ളൊരു വാക്ക് പോലും ഞാൻ കേട്ടിട്ടില്ലായിരുന്നു. എൻ്റെ അമ്മ സത്യമായിട്ടും കെട്ടിയതിന് ശേഷം ലോണായി, കടവായി, ബാധ്യതയായി, കല്യാണത്തിന് മുമ്പ് സുഖിച്ച് സന്തോഷിച്ച് നടന്നവനാണ് ഞാൻ. കല്യാണത്തോടുകൂടി തീർന്നു, എല്ലാം തീർന്നു. ഞാൻ സുഖിച്ചിട്ടുമില്ല, ഞാൻ സന്തോഷം അനുഭവിച്ചിട്ടില്ല. അറിയാ, ഇങ്ങനെ പാഴ്ത്തടിയെ പോലെ ഇങ്ങനെ നടക്കുകയാണ് ഞാൻ. അണ്ണനിപ്പോ എന്തോ വേണം? സൂയിക്കണോ? എനിക്ക് മരണം വരെ സുഖിച്ച് ജീവിക്കണം. ഞാൻ അണ്ണനെ സൂയിപ്പിക്കാം. ഞാൻ അണ്ണനെ സൂയിപ്പിക്കാന്ന്. എന്നെ സൂചിപ്പിച്ചാ, എന്നെ സൂയിപ്പിച്ചെടുക്കട്ടെ. കുറച്ച് ചൊറിയാണ് സൂചിച്ച് ജീവിക്കട്ടെ. എങ്ങനെയെങ്കിലും സൂചിപ്പിച്ചതാ. എന്തോ രസോടി, എന്തോ സാധനം ഇതൊക്കെ? എന്തോ സാധനം? അതോ, നിങ്ങളെ സൂചിപ്പിക്കാനുള്ള നല്ല ചൊറിയണം. ചൊറിയണം. തേച്ചതാ? ചൊറിഞ്ഞു വരണുണ്ട് കേട്ടോ എനിക്ക്. എന്നോട് ദേഷ്യപ്പെട്ടാലുണ്ടല്ലോ. അങ്ങനെ ചൊറിയണല്ല, എനിക്ക് നന്നായിട്ട് ചൊറിഞ്ഞു വരണുണ്ട്. സുഖിപ്പിക്കണോ അല്ലേ? സുഖം കൂടുതൽ വേണോ അല്ലേ? 75 കിലോയുള്ള ഞാൻ 1 മിനിറ്റ് കൊണ്ടാണ് 80 കിലോ ആയത്. അറിയാമോ? അതെങ്ങനെ? എങ്ങനെയെന്നാ? ചൊറിഞ്ഞ് നീര് വെച്ച് കയറിയല്ലേ ഇങ്ങോട്ട്. ഇത് ചോദിച്ചില്ലേ ശരിയാവില്ലേ? നീ എന്നെ മാത്രമല്ല, നീ ആണുങ്ങളെ ഒന്നടങ്കോണ് നീ നളം കെടുത്തിയത്. ഈണം വെച്ച് ഭർത്താവിന്റെ ദേഹത്ത്. എന്റെ നേരെ എന്റെ ദേഹത്തെങ്ങാണം തൊട്ട അടിക്കും. ഞാൻ കുടം വെച്ച് അടിക്കുമെന്ന് പറഞ്ഞാൽ അടിച്ചിരിക്കും. അടിക്കുമെന്ന് പറഞ്ഞാൽ അടിച്ചിരിക്കും. അടിക്കും ദൈവമേ.
ചെറിയൊരു സംശയം ചോദിക്കട്ടോ? എന്തോ? നീയാണോ എന്നെ അടിച്ചത്, ഞാനാണോ നിന്നെ അടിച്ചത്? ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിയാ. അമ്മ നീ എന്നെ അടിച്ചല്ലേടി? അടിക്കും. എന്നെ അടിച്ച നിന്റെ കയ്യ ഞാൻ ചവിട്ടി ഓടിച്ചു. ഓരോ വിരൽ ഈ കുടത്തിനകത്തിട്ട് അയ്യോ, എന്താണത്? അളിയ രാവിലെ കുഴിച്ചപ്പോ കിട്ടിയ കുടമാണ്. കിട്ടിയപ്പോ കുടത്തിനകത്ത് ഒന്നുമില്ലായിരുന്നു. ഒരടി കൊണ്ടപ്പോ താഴെ 10,000 രൂപ കയറിയിരിക്കുന്നു. അത്ഭുത കുടം. നീ അടിക്കുമല്ലോടി തന്നെ? അടിക്കുമല്ലോടി? അടിച്ച അടിച്ച ദൈവമേ, അത്ഭുത കുടം തന്നെ, അത്ഭുത കുടം തന്നെ. ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അത്ഭുത കുടം തന്നെ. ഒരടി അടി. തനിക്ക് എന്തോ? ഒരടി, ഒരു നാണമില്ല, ഒരു മാനമില്ല. ചോദിക്കുകയാണ്, യാചിക്കല്ലേ? അളിയാ, 30,000 രൂപ. എന്റെ അമ്മ സത്യം. അയ്യോ അമ്മ, അടിയടി അടിയടി. ചോണയുള്ള അച്ഛന്റെ മോളാണെങ്കിൽ അടിയടി അടിയടി അടിയടി. അടി ഇങ്ങോട്ട്. അടി. എന്നെ പ്രലോഭിപ്പിക്കരുത്. നീ അടി ഇങ്ങോട്ട്. അയ്യോ, പൈസ കയറിക്കൊണ്ടിരിക്കുന്നു. എടി, ഇതെന്താണെന്നറിയാമോ? കുടം. വെറും കുടമല്ല, രാവിലെ കിളച്ചപ്പ കിട്ടിയതാണ്. ഈ കുടം തുറന്നു നോക്കിയപ്പോഴത്തേക്ക് ഈ കുടത്തിനകത്ത് ഒന്നുമില്ലായിരുന്നു. നീ ആദ്യം ഒരടി എന്നെ അടിച്ചില്ലേ, 10,000 ഇതിനകത്ത് വീണ്. രണ്ടാമത്തെ അടി അടിച്ചില്ലേ, വീണ്ടും 10,000 ഇതിനകത്ത് വീണ്. മൂന്നാമത് നിന്നെ കൊണ്ട് ടെസ്റ്റ് ഡോസ് ഞാൻ ഒരു അടി അടിപ്പിച്ചില്ലേ, അപ്പോഴും 10,000 വീണ്. വിശ്വസിക്കടി, ഞാൻ കാണിച്ചു തരാം. ഇത് സാധാരണ കുടമല്ല, ചെമ്പകവല്ലി.